പാഞ്ചാലിമേട്. ഗൈസ്, ഇന്ന് നമ്മൾ പാഞ്ചാലിമേടിലേക്ക് ഒരു ട്രിപ്പായിട്ട് വന്നേക്കാണ്. അപ്പം നമ്മൾ വന്ന ഒരു കിടിലൻ സ്പോട്ട് ഉണ്ട്, കണ്ടോ? നമ്മൾ 2 വണ്ടിക്കായിട്ട് വന്നിട്ടുള്ളത്, ഒരു ട്രൈബറും ഒരു വാഗണറും. നമ്മളിനി അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. റൈറ്റ്, സമയം 6:30 ആയി. അങ്ങനെ നമ്മൾ പാഞ്ചാലിമേടെത്തി. അങ്ങനെ ഇതാണ് നമ്മളുടെ പാഞ്ചാലിമേട്. ഇത് അവിടെ കേട്ടോ ഇതിൻ്റെ ഓപ്പണിങ് ഗേറ്റ് കാര്യങ്ങളെല്ലാം. വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഞങ്ങളുടെ തന്നെ ആകെ ഒരു 3 കാറൊക്കെയാണ് വന്നിട്ടുള്ളൂ. പാഞ്ചാലിമേട് ടിക്കറ്റിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ ഉള്ളൊരു സംഭവം കേട്ടോ. ഇത് ആന. ഇതിൻ്റെ അകമൊക്കെ കാണാൻ നല്ല അടിപൊളി കേട്ടോ. ഓരോന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. റോസ ഇതിവിടെ എന്തോ വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. വിപുലീകരിക്കാൻ പോകുന്ന പറഞ്ഞു. ഇതിൻ്റെ മുകളിലേക്ക് കുറേ നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. ഞാനിവിടെ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത്. ഇവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് താഴെ കയറി വന്നിട്ടുള്ള വ്യൂ ആട്ടോ ഇത്. നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 4 മണിയൊക്കെ ആയിപ്പാണ് ഇറങ്ങിയത്. ഇവിടെ നമ്മളൊരു 6:30 ഒക്കെ ആയിപ്പോഴേക്കും നമ്മൾ എത്തി. നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞായിരുന്നു. ഇവിടെ ഒരു അടിപൊളി സ്ഥലമുണ്ട് കേട്ടോ, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ. ഡാൻസ് കളിക്കണവരൊക്കെ ഉണ്ടാവുന്നത് ഇതിൽ നടുക്ക് വെച്ചൊരു റീൽസ് എടുത്ത സീനായിരിക്കും. ഇവിടെ നമ്മുടെ പീക്കിരിയുടെ ഫോട്ടോഷൂട്ടാണ്. സ്മൈൽ പ്ലീസ്. ചിരിച്ചേ. ക്യാമറമാരെ കൊണ്ട് രക്ഷയില്ല കേട്ടോ. നമ്മൾ അവിടുത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ആ, ഇതൊരു ബിരിയാണിക്ക് വേണ്ടി ഓടണ ഓട്ടോ കേട്ടോ. അത് നടന്ന് നടന്ന് മേളത്തറയൻ്റെ കൂടെ എൻ്റെ സ്വന്തമായിട്ടുള്ള അനിയൻ ഗൗതം കൃഷ്ണ. ഇത് ടോപ്പിലുള്ള വ്യൂ കേട്ടോ. അയ്യോ, ഇത് നമ്മളങ്ങ് അറ്റത്തുനിന്നാട്ടോ നടന്നു വന്നേ. ഇപ്പം സമയം 7:26. ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ഫ്രെയിം ഉണ്ട് കേട്ടോ. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ചെരിച്ചൊക്കെ വയ്ക്കാം. പട്ടിഷോ ചരിത്രത്തിലെ പേര് രേഖപ്പെടുത്തിയേക്കണ കുറേ പേരുണ്ട് കേട്ടോ ഇവിടെ. അതിൽ അഞ്ചു ഗോപു കബറ് പോലും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. കളിപ്പാട്ട് വൈകുന്നേരം പറ. കരി ആ, അങ്ങനെ നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. നമ്മൾ എത്തിയേക്കണ കുട്ടിക്കാനം. ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു കോളേജ് ഉണ്ടോ, മരീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. കൊള്ളാം. ഞങ്ങളിപ്പോൾ ഒരു 1/2 മണിക്കൂറായിട്ടുള്ളൂ. ഇതിലായിട്ടും ചായ ഇട്ടിട്ടില്ല. സാധനം കണ്ടോ, ഇതിൻ്റെ കാറ്റ് കണ്ടോ. നമ്മളിത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അവിടെ ഞങ്ങളങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. നമ്മളിനി അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. എന്താ പറ്റി ഷോക്കായിട്ടിരിക്കുന്നേ? നമ്മളിനി പെരുന്തമ്പാറയിലേക്കാണ് പോകാൻ പോകുന്നത്. ഞങ്ങൾ ഫുഡൊക്കെ അന്വേഷിച്ച് കുറേ നടന്നു. കാരണം ഇന്ന് ദുഃഖവെള്ളി ആയ കാരണം കടകളൊക്കെ ഭയങ്കര കുറവായിരുന്നു. കഴിച്ചത് ഇവിടെ കയറാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ആട്ടോ. നമ്മുടെ കാറിന് 20 രൂപ. അങ്ങനെ നമ്മളിപ്പോൾ പരുന്തുംപാറ എത്തി. അധികം വെയിലില്ലാത്ത നല്ല അടിപൊളി ക്ലൈമറ്റ്. നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ട്രക്കിങ് നോക്കല്ലേട്ടാ. ട്രക്കിങ്. ഇവിടെ കുറേ ഷോപ്പുകൾ കാര്യങ്ങളുണ്ട് കേട്ടോ. കണ്ടോ, വാവ്. നമുക്കിത് അങ്ങ് താഴെ വരും പോകാട്ടോ. നമ്മുടെ ചെറുക്കൻ ഉറങ്ങി. ഇനി ഇവിടം വരെ കേട്ടോ നമ്മുടെ റോഡുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഫുൾ ഓഫ് റോഡാണ്. ഇത് എങ്ങോട്ട് ഓടി പോണേ നീ? നമ്മൾ ഇതൊക്കെ നടന്ന് അവിടം വരെ എത്തണം. ഇത് നമ്മളൊരു വ്യൂവിലെത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ ഇത് നോക്കി, കൊള്ളാം. ഇനി നമുക്കിത് അവിടം വരെ എത്തണം. ഇപ്പോൾ സമയം ഏകദേശം 10:16. വാവ്, കമോൺ. നമ്മളിപ്പോൾ ഏറെക്കുറെ നമ്മുടെ പരുന്തുംപാറയുടെ ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ മേളിൽ കയറണം.
അപ്പോൾ ഇത് നമ്മൾ ആ ടോപ്പിൽ നിന്ന് നടന്നു വന്നേ. അയ്യോ കുറച്ച് റിസ്കി സ്ഥലം കേട്ടോ. സുഷിയും കണ്ടുവരിക. കണ്ടോ നീ അച്ഛൻ്റെ ഷൂട്ട് ഇട്ടല്ലോ വന്നേക്കണേ. തെന്നി പോ നോക്കണം കേട്ടോ. നോക്കിപ്പോട്ടോ. ഹൈ റിസ്കി. നമ്മള് ഇവിടെ നിന്നാട്ടോ വന്നെ. ഓക്കെ. അയ്യോ ഗൈസ്, അങ്ങനെ ഫൈനലിൽ നമ്മൾ അതിൻ്റെ ടോപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി. ഇനി തിരിച്ച് കയറുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇവിടെ നിന്നുള്ളതാട്ടോ. ചാടി പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ചാടി പോയി കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ഇടാനുള്ള ഒരാളാണ് കുറഞ്ഞു പോണത് നമ്മുടെ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ എൻഡിലെത്തി. എൻ്റെ മോനെ ഭയങ്കര വെയിലാട്ടോ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഏറ്റവും എൻഡിലാണ് വന്ന് നിൽക്കണേ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കയറാൻ വേണ്ടി പോവാണ്. പക്ഷെ നമ്മൾ വന്നതിനേക്കാളും ഭയങ്കര ടാസ്ക് ആട്ടോ കയറി പോകാൻ. ഈ വഴി കേട്ടോ നമ്മൾ വന്നേക്കണേ. ഞെരങ്ങി ഒന്ന് കൈവിട്ട് പോയി കഴിഞ്ഞാൽ തീർന്നു. ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ. നീ വാങ്ങി തരുമോ നീ ഐസ്ക്രീം? ഒറ്റയടിക്ക് മേളിൽ ഓടിക്കേറിയാലോ. അയ്യോ നമ്മളൊരു ഓടി വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അവരോട് എത്തിയിട്ട് പോലുമില്ല. ശ്വാസം പറഞ്ഞിട്ടില്ല. ബെറ്റ് വെച്ച ആളെ പയ്യെ നടന്നു തന്നെട്ടാ. ഒരാവശ്യമില്ലാതെ ഇവിടെ ആക്കിട്ട് പോകുന്നതാ. ചാവാറായി. പിന്നെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് അവിടെ നിന്ന് ഓടി എൻ്റെ തലയൊക്കെ കറങ്ങിയിട്ട് പാടില്ല. അക്ക കരിക്ക് ഇല്ല. ഇവിടെ കണ്ടോ നമ്മളിവിടെ ഒരു കളിപ്പാട്ടത്തിൽ 200 രൂപ ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടണം കേട്ടോ. നമ്മുടെ റിസർവ് ബാങ്ക് ആണെങ്കിൽ ഇത് മനോരഞ്ജൻ ബാങ്ക് ഖജന. തേക്കടിക്ക് പോണ റൂട്ടാട്ടോ. അത് നല്ല കിടിലം വ്യൂ കേട്ടോ. രണ്ടാമത് പെരിയാർ ടൈഗർ റിസർവിലേട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ചെക്ക് പോസ്റ്റ് ഒക്കെ ആട്ടോ മാറ്റിയെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബോട്ടിങ്ങിൽ വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് എല്ലാം ഫുള്ളാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറമാണ് ഇതിൻ്റെ പാർക്കിങ്. അപ്പോൾ നമ്മൾ കാർ അവിടെ ഇട്ടിട്ട് അടുത്തൊരു ബസ്സിന് വേണം ഇങ്ങോട്ടേക്ക് വരാം. അങ്ങനെ കുറേ നേരത്തിന് ശേഷമാണ് ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയേ. ഇവിടെ ഫുള്ളും വണ്ടിയാണ്. ആദ്യത്തിന് സിപ്പ് ലൈനിൽ കയറണം എന്നാണ് പറഞ്ഞത്. അവൻ പറഞ്ഞ സിപ്പ് ലൈനാണ് ഇത് റോപ്പ്. അതിൽ ഇന്ന് ബോട്ടിങ് നടക്കില്ല. പക്ഷെ നമുക്ക് ബോട്ടിങ്ങിൻ്റെ ലേക്ക് വരെ നമുക്ക് ഇവിടുന്ന് ഒരു ബസ്സുണ്ട്. ആ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ലേക്കിൻ്റെ അവിടെ വരെ പോകാൻ വേണ്ടി പറ്റും. അല്ലാതെ പിന്നെ നമുക്ക് ട്രക്കിംഗ് ഉണ്ട്. അകത്തിട്ട് ജീപ്പ്. ഞങ്ങൾ 12 വരുന്നുണ്ട്. അപ്പോൾ 2 ജീപ്പിനും കൂടിയും 5000 രൂപ വരും. ഞങ്ങൾക്ക് കാട്ടുപോത്താന്ന് പറഞ്ഞത് ഈ കാട്ടിൽ കെട്ടിയേക്കണ പോത്തിനെ കാണിച്ചു പറ്റിക്കാണ് ഇവിടെ. നമ്മൾ അതുപോലെ തന്നെ ഈ ബസ്സിൽ കയറാൻ വേണ്ടി പോകട്ടോ. ഒരാൾക്ക് 75 രൂപ കേട്ടോ ഒരു ടിക്കറ്റ്. കയറിക്കോ. നമ്മൾ ഇവിടുന്ന് ബസ് കയറിട്ടോ. നമ്മളിപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ ലേക്കിലെത്തി. അവിടെ കണ്ടോ കേട്ടോ ലേക്ക്. ഞാൻ നോക്കിയടി ഈ വഴിയാട്ടോ നമുക്ക് പോകണ്ടേ. ഇവിടെ കുരങ്ങിനെ ഫീഡ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഇതാണ് നമ്മുടെ ലേക്ക്. കുൽഫി തിന്നുന്നോ കുരങ്ങൻ. ഗൈസ് ഇവിടെ മ്ലാവ്. അയ്യോ മ്ലാവ്. അപ്പോൾ അവസാനം ഒരു മ്ലാവിനെങ്കിലും നമ്മൾ കണ്ട്. ഇവിടെ ഇനി നമ്മൾ ക്യൂ നിന്ന് ആ ബസ്സിൽ കയറി റിട്ടേൺ പോവാണ്. നമ്മളൊരു പുലിനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ആ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അടുത്തത് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറാൻ വേണ്ടി പോവാണ്. എൻ്റെ ഫോണാണെങ്കിൽ ഒട്ടും ചാർജ് ഇല്ല. അത് കാരണം കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇടാത്ത. എൻ്റെ പൊന്നെ ഞങ്ങളൊരു ബിരിയാണി കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു കടയിൽ വന്നു കഴിച്ചു. എൻ്റെ ഫോണിലൊട്ടും ചാർജ് ഇല്ലാത്ത കാരണമാണ് അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസൊന്നും ഞാൻ ഇടാൻ. എൻ്റെ ഫോൺ 6% ഉള്ളപ്പോഴാണ് ഞാനവിടെ കുത്തിയിട്ട്. ഇപ്പം 88%. 88% കഴിഞ്ഞിട്ട് ഒരു ഞങ്ങൾക്കവിടെ ബിരിയാണി എന്ന് പറയുന്ന സാധനം വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളിനി പോകാൻ പോകുന്നത് മൂന്നാർ. നമ്മൾ സമയം വെച്ച് നോക്കിയപ്പോൾ ഒരു 6:30 നമ്മളിനി മൂന്നാർ എത്തുന്നത്. അവിടുന്ന് കോടയൊക്കെ ഇറങ്ങി തുടങ്ങി കേട്ടോ. സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഇവിടുത്തെ വ്യൂ കാണിച്ചിരാം. കണ്ടോ
ഫുൾ ഓഫ് ഗ്രീനറി. കണ്ടോ എൻ്റെ ബാക്കിലുള്ള വ്യൂ ഉണ്ടോ? ഇവിടെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നേരെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു. നമ്മൾ രാവിലെ ഇറങ്ങിയത് കേട്ടോ. 4 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഏകദേശം സമയം 5:52. ഈ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഈ വണ്ടിയിലാട്ടോ നമ്മൾ വന്നേ. ഒരു അത്യാവശ്യം നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ തൊട്ടുപുറകിൽ ഇവിടെ ഒരു കടയുണ്ട്. നമ്മൾ ആ കടയിൽ പോയിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ മേളിലുള്ള മലകളൊന്നും ഇവരൊക്കെ കാണാൻ പറ്റില്ല കേട്ടോ. ഇതൊന്നും അല്ല കേട്ടോ. നല്ല കോടയായി കഴിഞ്ഞാൽ ഇതിൻ്റെ അങ്ങാപ്പുറം ആയിരിക്കും. നമ്മുടെ തൊട്ടടുത്തുള്ള ആളെ പോലും നമുക്ക് കാണാൻ വേണ്ടി പറ്റൂല. അങ്ങനെ ഞങ്ങൾക്ക് ചായ കിട്ടിയിട്ടുണ്ട്. അത് തന്നെ പോയെടുത്തോ. എന്താ രസം. ഇപ്പൊ ഇത് നന്നായിട്ട് കോടയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ നേരം ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തത്. ഇപ്പോഴത്തെ വ്യൂ ആണ് ഇത്. കണ്ടോ, അതേ മേളിലൊക്കെ നല്ല കോടയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഫോണിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഇതായിട്ട് മനസ്സിലാവില്ല കേട്ടോ. അതേ നല്ല കാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തണുത്ത കാറ്റ്. ഇതാണ് ഇപ്പോഴത്തെ സീൻ. കണ്ടോ, ഇവിടെ ഫുള്ളും ഇപ്പം കോടയൊക്കെ വന്നത് കണ്ടോ. അപ്പം നമ്മളിവിടെ നിന്ന് നൈസായിട്ട് പോവാണ്. ഇനി അധികം കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ നേരെ വീട്ടിലേക്കുമാണ്. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ. ഇപ്പോൾ പോണ വഴി നോക്കിയ കോട. ഇതിപ്പോൾ എൻ്റെ ഫോണായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് ഒന്നും കാണാനേ പറ്റില്ല. ഇത്ര നേരം ഞങ്ങൾക്ക് കോട ഇറങ്ങാത്തതിൻ്റെ വിഷമമായിരുന്നു. ഇപ്പോൾ കണ്ടോ, വീട്ടിൽ പോകാൻ പോലും പറ്റില്ല, റോഡ് കാണാൻ പോലും പറ്റില്ല. ഇവിടെ അവിടെ ബസ് തന്നെ. ബസ് വമ്പം ബ്ലോക്ക്.